പത്തനംതിട്ടയിലെ അടൂരിൽ യുവതിയെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ സംഭവം നാട്ടുകാരെ ഒട്ടാകെ വലിയ ഞെട്ടലാഴ്ത്തിയിരിക്കുകയാണ്. അടൂർ സ്വദേശിനിയായ 31-കാരി ഷഹനയാണ് സ്വന്തം വീടിനുള്ളിൽ അതീവ ദാരുണമായ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. വെറും ഒരു മരണം എന്നതിനപ്പുറം ശരീരമാസകലം മാരകമായ മുറിവേറ്റ് രക്തം വാർന്ന നിലയിലാണ് ഷഹനയുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞതെന്നത് ഈ സംഭവത്തിന് പിന്നിലെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. ഷഹന മരണപ്പെടുന്ന നിർണായക സമയത്ത് ഇവരുടെ ഒരു ആൺ സുഹൃത്തും ഇതേ വീട്ടിലുണ്ടായിരുന്നു എന്നതാണ് കേസിനെ കൂടുതൽ സങ്കീർണവും ദുരൂഹവുമാക്കുന്നത്. ഈ യുവാവിന്റെ മുഖത്തും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മാരകമായ മുറിവേറ്റ പാടുകൾ പോലീസ് കണ്ടെത്തുകയുണ്ടായി. ഇതോടെ സംഭവത്തിൽ വ്യക്തമായ എന്തോ അസ്വാഭാവികതയുണ്ടെന്ന് ഉറപ്പിച്ച പോലീസ് ഇയാളെ ഉടനടി തന്നെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസം രാത്രി വൈകി ഷഹനയുടെ വീട്ടിൽ നിന്നും അതിശക്തമായ ബഹളവും നിലവിളിയും കേട്ടതാണ് ദാരുണമായ സംഭവത്തിലേക്ക് വെളിച്ചം വീശിയത്. വീട്ടിൽ നിന്നും അസാധാരണമായ രീതിയിൽ വഴക്കും ബഹളവും കേട്ടതിനെ തുടർന്ന് പരിഭ്രാന്തരായ നാട്ടുകാർ ഉടൻ തന്നെ പ്രാദേശിക പോലീസിൽ വിവരം അറിയിച്ചു. നാട്ടുകാർ നൽകിയ അടിയന്തര വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം അതിവേഗം സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി. എന്നാൽ വീട് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് പോലീസ് ബലമായി വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോഴാണ് കാഴ്ച കണ്ടത്. യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ആദ്യം പോലീസ് കണ്ടത്. എന്നാൽ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇവരുടെ ശരീരത്തിൽ പലയിടത്തായി ആഴത്തിലുള്ള മുറിവുകളും അതിൽ നിന്നും രക്തം മാറുന്ന നിലയിലുമാണ് കാണപ്പെട്ടത്. ഭർത്താവുമായി കഴിഞ്ഞ കുറച്ചധികം നാളുകളായി പിണങ്ങി മാറി താമസിക്കുകയായിരുന്നു ഷഹന. ഈ സാഹചര്യത്തിലാണ് ആൺസുഹൃത്ത് ഇവരുടെ വീട്ടിലെത്തിയതും പിന്നാലെ ഈ ദാരുണ മരണം സംഭവിച്ചതും. യുവതിയുടെ ശരീരത്തിലെ മുറിവുകളും മരണസമയത്തൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിന്റെ ശരീരത്തിലെ പരിക്കുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലീസ് ഗൗരവമായി അന്വേഷിക്കുന്നുണ്ട്. വീട്ടിൽ ഇരുവരും തമ്മിൽ കടുത്ത കയ്യാങ്കളിയും ആക്രമണവും നടന്നിട്ടുണ്ടാകാമെന്നാണ് നാട്ടുകാരും സംശയിക്കുന്നത്. സുഹൃത്തുമായി ഉണ്ടായ തർക്കത്തിനൊടുവിൽ യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം തൂക്കിയതാണോ അതോ ആക്രമണത്തിൽ ഭയന്നോ പരിക്കേറ്റ വിഷമത്തിൽ യുവതിയെ സ്വയം ജീവനൊടുക്കിയതാണോ എന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. നിലവിൽ സംഭവത്തിൽ അതീവ ദുരൂഹതയുണ്ടെന്ന് വ്യക്തമാക്കിയ പോലീസ് ഷഹനയുടെ കൃത്യമായ മരണകാരണം ശാസ്ത്രീയമായ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷമേ പൂർണ്ണമായും പറയാൻ സാധിക്കൂ എന്ന് അറിയിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം വിദഗ്ധ പരിശോധനകൾക്കായി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കസ്റ്റഡിയിലുള്ള സുഹൃത്തിനെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നതിലൂടെ മരണത്തിന് തൊട്ടു മുമ്പ് വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അടൂർ പോലീസ്.